ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു സിൽഫസ് മലയാളം. അപ്പോൾ നമ്മൾ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് മെനി ടു മെനി റിലേഷൻഷിപ്പിനെ കുറിച്ചാണ്. വീഡിയോയിലേക്ക് കിടക്കുന്ന മുമ്പ് ഒരു കാര്യം പറയട്ടെ, നിങ്ങൾക്ക് ഈ ചാനലിലുള്ള വീഡിയോസിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങളുടെ റെക്കമെൻഡേഷൻസും ഒക്കെ തന്നെ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സെയിൽസ്ഫോഴ്സിൽ പല രീതിയിൽ നമുക്ക് ഒബ്ജക്റ്റുകളെ തമ്മിൽ കണക്ട് ചെയ്യാം. വൺ ടു മെനി ആൻഡ് മെനി ടു മെനി. ഇതിൽ വൺ ടു വൺ റിലേഷൻഷിപ്പ് എന്താണെന്ന് ചോദിച്ചാൽ, ഒരു ഒബ്ജക്റ്റിലെ ഒരു റെക്കോർഡിന് മറ്റൊരു ഒബ്ജക്റ്റിലെ മറ്റൊരു റെക്കോർഡുമായി മാത്രമുള്ള കണക്ഷനെയാണ് നമ്മൾ വൺ ടു വൺ എന്ന് വിളിക്കുന്നത്. അതായത് ഓരോ ഒബ്ജക്റ്റിന് മറ്റൊരു ഒബ്ജക്റ്റുമായിട്ടുള്ള റിലേഷൻ. ഇനി വൺ ടു മെനി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ഒബ്ജക്റ്റിനകത്തുള്ള ഒരു റെക്കോർഡിന് മറ്റൊരു ഒബ്ജക്റ്റിലുള്ള ഒന്നിലധികം റെക്കോർഡുകളുമായിട്ടുള്ള കണക്ഷനെയാണ് നമ്മൾ വൺ ടു മെനി എന്ന് വിളിക്കുന്നത്. പക്ഷേ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് മെനി ടു മെനി റിലേഷൻഷിപ്പിനെ കുറിച്ചാണ്. അതായത് ഒരു ഒബ്ജക്റ്റിലുള്ള മൾട്ടിപ്പിൾ റെക്കോർഡ്സിന് മറ്റൊരു ഒബ്ജക്റ്റിനകത്തുള്ള മൾട്ടിപ്പിൾ റെക്കോർഡ്സുമായിട്ടുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, സെയിൽസ്ഫോഴ്സിൽ ബൈ ഡിഫോൾട്ട് ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. അതായത് സെയിൽസ്ഫോഴ്സിൽ നമുക്ക് വൺ ടു മെനി ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, പക്ഷേ മിനി ടു മിനി ഡയറക്റ്റ്ലി ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ രണ്ട് ഒബ്ജക്റ്റുകൾ തമ്മിൽ നമുക്ക് മിനി ടു മിനി റിലേഷൻഷിപ്പിൽ കണക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ മൂന്നാമതൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യും. അതിനെ നമ്മൾ ജംഗ്ഷൻ ഒബ്ജക്റ്റ് എന്ന് വിളിക്കും. എന്നിട്ട് നമുക്ക് കണക്ട് ചെയ്യേണ്ട രണ്ട് ഒബ്ജക്റ്റുകളെയും ഈ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ജംഗ്ഷൻ ഒബ്ജക്റ്റുമായിട്ട് മാസ്റ്റർ ഡീറ്റെയിൽ റിലേഷൻഷിപ്പിൽ കണക്ട് ചെയ്യിപ്പിക്കും. അപ്പോൾ നമുക്കിനി എങ്ങനെയാണ് ഒരു മിനി ടു മിനി റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മൾ രണ്ട് ഒബ്ജക്റ്റുകൾ ക്രിയേറ്റ് ചെയ്യാൻ പോകണം. ഒന്ന് സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റും പിന്നെ ടീച്ചർ എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റും. എന്നിട്ട് ഈ സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന ഒബ്ജക്റ്റിനെയും ടീച്ചർ എന്ന് പറയുന്ന ഒബ്ജക്റ്റിനെയും കൂടെ ഒരു ജംഗ്ഷൻ ഒബ്ജക്റ്റ് വഴി ഒരു മിനി ടു മിനി റിലേഷൻഷിപ്പിൽ കണക്ട് ചെയ്യാൻ പോകണം. അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമുക്ക് ഇവിടെ ഈ ഒരു ഗിയർ ഐക്കൺ ഉണ്ട്, ഇവിടെ നമുക്ക് ക്ലിക്ക് ചെയ്യാം, ഇവിടുത്തെ സെറ്റപ്പിലേക്ക് പോകാം. എന്നിട്ട് ഇവിടുന്ന് ക്രിയേറ്റ് ബട്ടൺ ഉണ്ട്, അവിടുന്ന് നമുക്ക് കസ്റ്റം ഒബ്ജക്റ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് നമുക്ക് സെലക്ട് ചെയ്യാം. ഇങ്ങനെ തന്നെ ചെയ്യണമെന്നില്ല, നമുക്ക് ഒബ്ജക്റ്റ് മാനേജറിൽ പോയിട്ട് ഡയറക്റ്റ്ലി ഇവിടുന്ന് ക്രിയേറ്റ് കസ്റ്റം ഒബ്ജക്റ്റ് എന്ന് എടുത്താലും മതി. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ സെലക്ട് ചെയ്യാം. ഇനി നമുക്ക് ലേബൽ ആഡ് ചെയ്യാം, ടീച്ചർ. ഇനി പ്ലൂറൽ നെയിം ടീച്ചേഴ്സ് എന്ന് കൊടുക്കാം. അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ഞാൻ ആഡ് ചെയ്യുന്നില്ല, നിങ്ങൾക്ക് വേണ്ടി ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. അതുപോലെ റെക്കോർഡ് നെയിം എന്ന് പറഞ്ഞിട്ട് നമുക്ക് ടീച്ചർ നെയിം തന്നെ എടുക്കട്ടെ. പിന്നെ ഡേറ്റ ടൈപ്പ് ടെക്സ്റ്റ് തന്നെ. പിന്നെ ഇവിടെയുള്ള എല്ലാ ഫീച്ചേഴ്സും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. താഴോട്ട് വന്നു കഴിഞ്ഞാൽ അലോ സെർച്ച് ഉണ്ട്, നമുക്ക് അതെല്ലാം സെലക്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് സേവ് ചെയ്യാം. ഇനി നമുക്ക് ടാബ് സെലക്ട് ചെയ്യണം. ഇവിടുന്ന് ടാബ് സ്റ്റൈൽ സെലക്ട് ചെയ്യാം. ഇവിടെ നിന്ന് നമുക്ക് ഏതെങ്കിലും ഒരു ടാബ് സ്റ്റൈൽ സെലക്ട് ചെയ്യാം. നെക്സ്റ്റ് കൊടുക്കാം. ഓക്കെ, ഇവിടെ ഇതെല്ലാം ബൈ ഡിഫോൾട്ട് ഓൺ ആയിട്ട് കിടക്കട്ടെ, കുഴപ്പമില്ല. നമുക്ക് നെക്സ്റ്റ് കൊടുക്കാം. ഓക്കെ, പെർമിഷൻ എല്ലാത്തിനും കൊടുത്തേക്കാം. നെക്സ്റ്റ് കൊടുക്കാം. ഓൾ റൈറ്റ്, ഇപ്പോൾ നമ്മുടെ ടീച്ചേഴ്സ് എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന ഒബ്ജക്റ്റ് വേണം. അപ്പോൾ അതിന് ഒബ്ജക്റ്റ് മാനേജറിലേക്ക് പോകാം. അവിടുന്ന് ഇവിടെ ക്രിയേറ്റ് എന്ന് പറയുന്ന ബട്ടണിൽ നിന്ന് നമുക്ക് ക്രിയേറ്റ് ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യാം. ഇവിടുന്ന് നമുക്ക് ലേബലിനകത്ത് സ്റ്റുഡൻറ്റ് എന്ന് കൊടുക്കാം. ഓക്കെ, ഇനി പ്ലൂറൽ നെയിം സെലക്ട് ചെയ്യണം. അതിൽ നമുക്ക് സ്റ്റുഡൻറ്റ് എന്ന് തന്നെ കൊടുക്കാം, സ്റ്റുഡൻസ്. ഓക്കെ, താഴെ വരാൻ ഡിസ്ക്രിപ്ഷൻ കൊടുക്കണ്ട. ഓക്കെ, ഇവിടെ നമുക്കുള്ള ഓപ്ഷണൽ ഫീച്ചേഴ്സ് എല്ലാം നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ താഴോട്ടൊന്ന് അലോ സെർച്ച് ഉണ്ട്, അത് നമുക്ക് സെലക്ട് ചെയ്യാം. ഇവിടെയുള്ള എല്ലാ ഓപ്ഷൻസും സെലക്ട് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് കൊടുക്കാം. ഫൈൻ. ഇനി നമുക്ക് ടാബ് സ്റ്റൈൽ സെലക്ട് ചെയ്യാം. ഇവിടെ നമുക്ക് ബോട്ടിൽ കൊടുക്കാം. ഓക്കെ, നമുക്കിനി നെക്സ്റ്റ് കൊടുക്കാം. ഫൈൻ. ഇവിടെ എല്ലാം ഇതുപോലെ തന്നെ ഡീഫോൾട്ടായിട്ട് ഓണായി കിടക്കട്ടെ. നമുക്ക് പെർമിഷൻ എല്ലാം കൊടുത്തേക്കാം. നെക്സ്റ്റ് കൊടുക്കാം. ഓക്കെ, നൗ ഓക്കെ, ഇപ്പം നമ്മുടെ സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ സ്റ്റുഡൻ്റ് എന്നും ടീച്ചർ എന്നും പറയുന്ന രണ്ട് ഒബ്ജക്റ്റുകൾ ക്രിയേറ്റ് ചെയ്തു. ഇനി നമുക്ക് ഈ സ്റ്റുഡൻറ്റും ടീച്ചറും തമ്മിൽ മിനി ടു മിനി റിലേഷൻഷിപ്പിൽ കണക്ട് ചെയ്യണം. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, മിനി ടു മിനി റിലേഷൻഷിപ്പിൽ നമ്മൾ രണ്ട് ഒബ്ജക്റ്റുകളെ കണക്ട് ചെയ്യണമെങ്കിൽ നമുക്കൊരു ജംഗ്ഷൻ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. സോ നമുക്ക് ആദ്യം ഒരു ജംഗ്ഷൻ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. അതിനാദ്യം നമുക്ക് ഒബ്ജക്റ്റ് മാനേജറിലേക്ക് പോകാം. എന്നിട്ട് ഇവിടെ ക്രിയേറ്റിനകത്തുനിന്ന് വീണ്ടും ക്രിയേറ്റ് ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യാം. ഓക്കെ ഓക്കെ, ഇനി നമുക്ക് ലേബൽ കൊടുക്കണം. സോ നമുക്ക് ജംഗ്ഷൻ ഒബ്ജക്റ്റിന് ഒരു പേര് കൊടുക്കാം. ഞാനിവിടെ തൽക്കാലം ജംഗ്ഷൻ ഒബ്ജക്റ്റ് എന്ന് കൊടുത്തു. സോ പ്ലൂറലും സെയിം നമുക്ക് കൊടുക്കാം, ജംഗ്ഷൻ ഒബ്ജക്ട്സ്. ഇനി നമുക്ക് ഡിസ്ക്രിപ്ഷൻ ഇതൊന്നും വേണ്ട, കാര്യം നമുക്കിത് ഉപയോഗിക്കുന്നില്ല. സോ ഫീച്ചേഴ്സ് ഒന്നും ആഡ് ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് ഇതിനകത്തുള്ള ഒന്നും തന്നെ ഫീച്ചേഴ്സോ അല്ലെങ്കിൽ സെർച്ചോ ഒന്നും ഉപയോഗിക്കുന്നില്ല, കാരണം ഇത് ബാക്ക് എൻഡിൽ വർക്ക് ചെയ്യുന്നൊരു ഒബ്ജക്റ്റാണ്. സോ ഞാൻ നെക്സ്റ്റ് എടുത്തു. സോ ഇവിടുന്ന് നമുക്കിപ്പം ഒബ്ജക്റ്റ്, അത് ജംഗ്ഷൻ ഒബ്ജക്റ്റ് എന്ന ഒബ്ജക്റ്റ് ഇപ്പോൾ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ ഒരു ജംഗ്ഷൻ ഒബ്ജക്റ്റിനെ നമ്മൾ ടീച്ചർ ആൻഡ് സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന ഒബ്ജക്റ്റുകളുമായിട്ട് മാസ്റ്റർ ഡീറ്റെയിൽ റിലേഷൻഷിപ്പിൽ കണക്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിനെന്താ ചെയ്യാമെന്ന് വെച്ചാൽ, ഇവിടുന്ന് ഫീൽഡ്സ് ആൻഡ് റിലേഷൻഷിപ്പ് സെലക്ട് ചെയ്യാം. അവിടെ നമുക്ക് ന്യൂ എടുക്കാം. ഇപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇവിടെ നമുക്ക് ദ മാസ്റ്റർ ഡീറ്റെയിൽ റിലേഷൻഷിപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, നമുക്ക് സെലക്ട് ചെയ്യാം. നെക്സ്റ്റ് കൊടുക്കാം. ഓക്കെ,
ഇനി നമുക്ക് ഇവിടുന്ന് ഏത് ഒബ്ജക്റ്റുമായിട്ടാണോ നമുക്ക് മാസ്റ്റർ ഡീറ്റെയിൽ റിലേഷൻഷിപ്പിൽ ഈ ഒരു ഒബ്ജക്റ്റിനെ കണക്ട് ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്യാം. നമ്മളിവിടുന്ന് ടീച്ചറായിട്ടാണ് കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ഇവിടുന്ന് ടീച്ചർ സെലക്ട് ചെയ്തു, നെക്സ്റ്റ് കൊടുത്തു. ഇനി നമുക്ക് ഇവിടെ നമുക്ക് ഫീൽഡ് നെയിം ഉണ്ട്, ഫീൽഡ് നെയിം സെലക്ട് ചെയ്യാം. താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ചൈൽഡ് റിലേഷൻഷിപ്പ് നെയിം കൊടുക്കണം. അപ്പോൾ നമുക്കിവിടെ തൽക്കാലം ടീച്ചർ സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന ചൈൽഡ് റിലേഷൻഷിപ്പ് നെയിം കൊടുക്കാം. ഓൾറൈറ്റ്, കാരണം ടീച്ചറും സ്റ്റുഡൻറ്റും തമ്മിലുള്ള റിലേഷനുള്ള ആഡ് ചെയ്യുന്നത്, അതുകൊണ്ട് നമുക്കിനി നെക്സ്റ്റ് കൊടുക്കാം. ഇവിടെ നമുക്ക് ചെയ്യാനൊന്നുമില്ല, കാരണം ഇതൊരു മാസ്റ്റർ ഡീറ്റെയിൽ റിലേഷൻഷിപ്പാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് കൺട്രോൾസ് ഒന്നുമില്ല. സോ ഡയറക്റ്റ്ലി നമുക്കിനി നെക്സ്റ്റ് കൊടുക്കാം. റിലേറ്റഡ് ലിസ്റ്റിനകത്ത് ഏത് പേരിലാണ് ഈ ഒരു ഫീൽഡ് കാണേണ്ടത് എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പം നമുക്ക് തൽക്കാലം ഇവിടെ സ്റ്റുഡൻറ്റ് എന്ന് കൊടുക്കാം. സ്റ്റുഡൻറ്റ്. നമുക്കിനി സേവ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ജംഗ്ഷൻ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ടീച്ചർ എന്ന് പറയുന്ന ഈ ഒരു ഫീൽഡ് വെച്ച് നമ്മുടെ മാസ്റ്റർ ഡീറ്റെയിൽ റിലേഷൻഷിപ്പ് ഈ ജംഗ്ഷൻ ഒബ്ജക്റ്റുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഫൈൻ. ഇതേപോലെ തന്നെ നമുക്കിനി പുതിയൊരു ഫീൽഡ് ക്രിയേറ്റ് ചെയ്യണം. അതിനകത്ത് നമ്മൾ പുതിയൊരു മാസ്റ്റർ ഡീറ്റെയിൽ റിലേഷൻഷിപ്പ് സെലക്ട് ചെയ്യാം, നെക്സ്റ്റ് കൊടുക്കാം. നമുക്കിനി ക്രിയേറ്റ് ചെയ്യേണ്ടത് സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന ഒബ്ജക്റ്റുമായിട്ടാണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് സ്റ്റുഡൻറ്റ് സെലക്ട് ചെയ്യാം, സ്റ്റുഡൻറ്റ്. ഇനി നമുക്ക് നെക്സ്റ്റ് കൊടുക്കാം. ഫൈൻ. ഇവിടെ നമ്മൾ ഫീൽഡ് നെയിം കൊടുക്കണം. നമുക്ക് സ്റ്റുഡൻറ്റ് എന്ന് തന്നെ കൊടുക്കാം. പിന്നെ ഇവിടെ നമ്മുടെ ചൈൽഡ് റിലേഷൻഷിപ്പ് നെയിം നമ്മൾ ആഡ് ചെയ്യണം. അതായത് സ്റ്റുഡൻറ്റ് ഒബ്ജക്റ്റിൽ ഈ ഒരു ഒബ്ജക്റ്റ് ഏത് പേരിലാണ് വരേണ്ടത്. നമുക്കിവിടെ തൽക്കാലം ടീച്ചർ സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന പേരിൽ കൊടുക്കാം. ഫൈൻ. താഴോട്ട് വരാം. വേറെ ഒന്നും കൊടുക്കാനല്ല, നെക്സ്റ്റ് കൊടുക്കാം. ഇവിടെ എറർ വന്നിട്ടുണ്ട്. അത് നമുക്ക് ടീച്ചർ സ്റ്റുഡൻറ്റ് എന്ന് പറയുന്നതിനകത്തൊരു സ്പേസ് ഉണ്ട്, അത് ഇടാൻ പാടില്ല. അപ്പം നമുക്കിതിന് പകരം നമുക്കൊരു അണ്ടർസ്കോർ കൊടുക്കാം. ഇനി നമുക്ക് നെക്സ്റ്റ് കൊടുക്കാം. ഇവിടെ കൺട്രോൾ ചെയ്യാനൊന്നുമില്ല. സോ നെക്സ്റ്റ് ആൻഡ് നെക്സ്റ്റ്. ഇവിടെ നമുക്ക് റിലേറ്റഡ് ലിസ്റ്റിന് പേര് കൊടുക്കാം. നമുക്ക് ഇവിടെ ടീച്ചർ എന്ന് കൊടുക്കാം. ഫൈൻ. സേവ് ഇറ്റ്. സേവ്. സ്റ്റുഡൻ്റ് എന്ന് പറയുന്ന ഈ ഒരു ഒബ്ജക്റ്റുമായിട്ട് നമ്മൾ മാസ്റ്റർ ഡീറ്റെയിൽ റിലേഷൻഷിപ്പ് കണക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ടീച്ചർ എന്ന് പറയുന്ന ഒബ്ജക്റ്റുമായിട്ട് നമ്മൾ മാസ്റ്റർ ഡീറ്റെയിൽ റിലേഷൻഷിപ്പ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഏത് ഒബ്ജക്റ്റുമായിട്ട്? നമ്മുടെ ജംഗ്ഷൻ ഒബ്ജക്റ്റുമായിട്ട്. ഓൾറൈറ്റ്. ഇനി ടീച്ചർ എന്ന് പറയുന്ന ഒബ്ജക്റ്റിലൊന്ന് പോയി നോക്കാം. അതിനിവിടെ നമുക്ക് സെർച്ച് ചെയ്യാം. ടീച്ചർ സെലക്ട് ചെയ്യാം. ഇപ്പം നമ്മൾ ഇതിപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു ഒബ്ജക്റ്റ്, അതുകൊണ്ട് എനിക്ക് എറർ വന്നേക്കാം. നമുക്കൊന്ന് റിഫ്രഷ് ചെയ്ത് നോക്കാം. ഇപ്പോൾ നമ്മൾ റിഫ്രഷ്ഡ് ആയിട്ടുണ്ട്. ഓൾറൈറ്റ്. ഇപ്പോൾ ഈ ഒബ്ജക്റ്റ് വന്നു. നമുക്കിവിടുന്ന് ന്യൂ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഇവിടെ നമുക്ക് ടീച്ചറിനൊരു പേര് കൊടുക്കാം. ഫോർ എക്സാമ്പിൾ ഞാനിവിടെ ടീച്ചർ 1 എന്ന പേര് കൊടുത്തു. മറ്റൊരു റെക്കോർഡ് ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. സോ സേവ് ആൻഡ് ന്യൂ. ടീച്ചർ 2 ഒന്നുകൂടെ ക്രിയേറ്റ് ചെയ്യാം. ടീച്ചർ 3. ഫൈൻ. ഞാൻ സേവ് ചെയ്തു. ഇപ്പോൾ ടീച്ചർ എന്ന് പറയുന്ന ഈ ഒരു ഒബ്ജക്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ 3 റെക്കോർഡ്സ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ടീച്ചർ 1, ടീച്ചർ 2 ആൻഡ് ടീച്ചർ 3. നമുക്കിനി സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന ഒബ്ജക്റ്റിലേക്ക് ഒന്ന് പോകാം. സോ സ്റ്റുഡൻറ്റ്. ഇതാണ് സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന ഒബ്ജക്റ്റ്. കറൻ്റ്ലി ഇപ്പോൾ റെക്കോർഡുകളൊന്നുമില്ല. നമുക്കിവിടെ 3 റെക്കോർഡ്സ് ക്രിയേറ്റ് ചെയ്യാം. 3 അതിലധികമോ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഞാനിവിടെ തൽക്കാലം 4 റെക്കോർഡ് ക്രിയേറ്റ് ചെയ്യാം. നമുക്കിവിടെ സ്റ്റുഡൻറ്റ് 1 എന്ന് പറഞ്ഞ് റെക്കോർഡ് ക്രിയേറ്റ് ചെയ്തു. സ്റ്റുഡൻറ്റ് 2, then സ്റ്റുഡൻറ്റ് 3, then സ്റ്റുഡൻറ്റ് 4. ഞാൻ 4 റെക്കോർഡ് ക്രിയേറ്റ് ചെയ്തു. ഫൈൻ. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന ഒബ്ജക്റ്റിൽ നമുക്ക് 4 റെക്കോർഡ്സും അതേപോലെ തന്നെ ടീച്ചർ എന്ന് പറയുന്ന ഈ ഒരു ഒബ്ജക്റ്റിൽ നമുക്ക് 3 റെക്കോർഡ്സും ഉണ്ട്. ഇതിനകത്ത് നമ്മൾ ചെയ്യേണ്ടത് മെനി ടു മെനി റിലേഷൻഷിപ്പാണ്. നമ്മൾ ഓൾറെഡി ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തു. അതെങ്ങനെ വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അതായത് ടീച്ചർ എന്ന് പറയുന്ന ഈ ഒരു ഒബ്ജക്റ്റിനകത്ത് ഒരു റെക്കോർഡ് ഞാൻ ഓപ്പൺ ചെയ്യുകയാണ്. ടീച്ചർ 1 എന്ന് പറയുന്ന റെക്കോർഡ്. ഇതിനകത്തുനിന്ന് നമ്മൾ റിലേറ്റഡിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് സ്റ്റുഡൻറ്റിനെ ആഡ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. കണ്ടില്ലേ? ഇപ്പോൾ ഇവിടുന്ന് ഞാൻ സ്റ്റുഡൻറ്റിന് ന്യൂ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തു. ഇവിടെ നമുക്ക് ഒരു സ്റ്റുഡൻറ്റിനെ ആഡ് ചെയ്യാം. ഇതുപോലെ തന്നെ എനിക്ക് മൾട്ടിപ്പിൾ സ്റ്റുഡൻസിനെ ഇവിടെ ആഡ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ന്യൂ സ്റ്റുഡൻറ്റ് 2നെ എനിക്ക് ആഡ് ചെയ്യാം. അതുപോലെ തന്നെ സ്റ്റുഡൻറ്റ് 3യെ ഞാൻ ആഡ് ചെയ്യുന്നു. സേവ് ഇറ്റ്. അല്ലേ? സോ ഇവിടെ ഒരു മൾട്ടിപ്പിൾ റെക്കോർഡ്സുമായിട്ട് ഈ ഒരു റെക്കോർഡിനെ നമ്മൾ കണക്ട് ചെയ്തു. അതേപോലെ തന്നെ നമ്മൾ ഏതെങ്കിലും ഇപ്പോൾ ഒരു സ്റ്റുഡൻറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ സ്റ്റുഡൻറ്റിലേക്ക് പോകുകയാണെങ്കിൽ ഇത് ഏതെങ്കിലും ഒരു സ്റ്റുഡൻറ്റിനെ ഓപ്പൺ ചെയ്താൽ, ഇപ്പോൾ സ്റ്റുഡൻറ്റ് 1 എന്ന് പറയുന്ന ഇത് ഓപ്പൺ ചെയ്താൽ ഓട്ടോമാറ്റിക്കലി നമ്മളിപ്പോൾ കണക്ട് ചെയ്തേക്കുന്ന ഒരു ടീച്ചർ ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് വീണ്ടും മറ്റൊരു ടീച്ചറിനെ ഇവിടെ ആഡ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഞാനിവിടെ ടീച്ചർ 2നെ ആഡ് ചെയ്തു. വൺ മോർ ടീച്ചർ 3. ടീച്ചർ 3 എന്ന റെക്കോർഡിന് ആഡ് ചെയ്തു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ മെനി ടു മെനി റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.